ഏവർക്കും സ്വാഗതം. ഇന്ന് വിശുദ്ധ ആഴ്ച, ഹോളി വീക്ക്, രണ്ടാം ദിവസം. അതായത് ഹോശന്ന ഞായറാഴ്ചയോടെ ആരംഭിക്കുന്ന ഹോളി വീക്കിൻ്റെ രണ്ടാം ദിവസമാണ്. ഇന്ന ദിവസം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വളരെ ശ്രദ്ധ അർഹിക്കുന്ന, യേശു തന്നെ വളരെ പ്രാധാന്യം കൽപ്പിച്ച് നിർവഹിച്ച ഒരു കടമ ഒന്ന് പരിചയപ്പെടുകയും അതിൻ്റെ അർത്ഥതലങ്ങൾ അന്വേഷിക്കുകയുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു യെരുശലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവം. ഹോശന്ന ഞായറാഴ്ച എന്ന് പറയുമ്പോൾ യേശു യെരുശലേമിലേക്ക് യാത്രയാകുന്ന ആ സംഭവം. അതിനുശേഷമുള്ളതാണ് യെരുശലേം ദേവാലയം ശുദ്ധീകരിക്കുക. യെരുശലേമിൽ ചെന്ന ശേഷം ഏറ്റവും അനിവാര്യമെന്ന് മനസ്സിലാക്കി യേശു നടത്തിയ ഒരു ശുശ്രൂഷയാണ്, എല്ലാ സഭകളിലും നടത്തപ്പെടേണ്ട ശുശ്രൂഷയാണ് ദേവാലയം ശുദ്ധീകരിക്കുക. അത് എപ്രകാരമായിരിക്കണം, അതിൻ്റെ അർത്ഥം എന്താണ്, ലക്ഷ്യമെന്താണ്, അതിനെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ആത്മീയ ദർശനം എന്താണ്, പരിഗണനകൾ എന്താണ്, ഇതൊക്കെയും ഈ ഹ്രസ്വമ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിലുണ്ട്. അതിനോട് മുഴുവനും നീതി പാലിക്കുവാൻ ഒരു ചെറിയ വീഡിയോയിൽ കൂടെ സാധ്യമല്ല. എങ്കിലും ഈ ഹോളി വീക്ക് സംബന്ധമായ ചിന്തകളോട് ചേർത്ത് ചില അർത്ഥ തലങ്ങൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം. അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സിലേക്ക് ഞാൻ പതിവ് പോലെ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാനിവിടെ ആദ്യമായി രേഖപ്പെടുത്തിയതുപോലെ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ പൂർത്തീകരിക്കുന്ന സമയത്ത് ആ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഉൾക്കൊള്ളിച്ച ശ്രദ്ധേയമായ ഒരു ഇടപെടലാണ് ദേവാലയ ശുദ്ധീകരണം എന്നുള്ളത്. ഇവിടെ യേശു ഉയർത്തുന്ന, അല്ലെങ്കിൽ ഈ ഇടപെടലിൽ കൂടെ യേശു ഉയർത്തുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മർമ്മമുണ്ട്. ഇത് ലോകത്തെമ്പാടും ക്രിസ്ത്യാനികൾ മറന്നുപോയിരിക്കുന്ന, എപ്പോഴും മറക്കുന്നു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാകയാലാണ് ഇപ്രകാരം വളരെ നാടകീയമായി തന്നെ യേശു അടയാളപ്പെടുത്തുവാൻ കൂട്ടാക്കിയത് എന്നത് സുവിശേഷം നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ തികച്ചും സ്പഷ്ടമായി മനസ്സിലാകുന്നതാണ്. യേശു ഉയർത്തുന്ന ചോദ്യം അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എന്തിനു വേണ്ടിയാണ് ആരാധനാലയങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്? ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന ആലയങ്ങൾ എപ്രകാരമായിരിക്കണം? ഇവയെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. പതിവ് അല്ലെങ്കിൽ താരിപ്പനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട ദിവസം ആളുകൾ അവരവരുടെ ദേവാലയങ്ങളിൽ പോകുന്നു. അവിടെ ദൈവമുണ്ടോ? ദൈവത്തെയാണോ ആരാധിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ ഇപ്രകാരമാണോ ആരാധിക്കേണ്ടത്? ഇപ്രകാരം ആരാധിച്ചാൽ ദൈവത്തെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു? ദൈവവും നാമുമായുള്ള ബന്ധം എപ്രകാരമാണ്? ഇങ്ങനെയുള്ള ഒരു ചോദ്യവും നമ്മുടെ മനസ്സിൽ കടന്നു വരാതിരിക്കത്തക്കമാണ് നമ്മുടെ ഞായറാഴ്ച ആരാധനകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സത്യമായി പറഞ്ഞാൽ നമ്മുടെ ആരാധന ദൈവത്തെ മറക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതും സ്ഥിതി ചെയ്യുന്നതും. ഈ യാഥാർത്ഥ്യം അല്പം സ്പഷ്ടതയോടെ തിരിച്ചറിയുവാൻ നമ്മുടെ ഈ അന്വേഷണം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി പൊതുവായ ഒരു തത്വം ഞാൻ ഒന്ന് വെളിപ്പെടുത്തട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വചന പ്രഘോഷണത്തിൽ ഒരിക്കലും പരാമർശിക്കപ്പെടാത്തത് കൊണ്ടാണ് അപ്രകാരമുള്ള തത്വങ്ങൾ വെളിപ്പെടുത്തുവാൻ ഞാൻ നിർബന്ധിതനായി തീരുന്നത്. നാം യേശുവിൻ്റെ ചിന്താരീതിയും പഠിപ്പീരുകളും ഒക്കെ ഒന്ന് പരിഗണിച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്,
യേശു ഏതെങ്കിലും ഒരു സാഹചര്യത്തെ, സംഭവത്തെ, വ്യക്തിയെ കാണുകയോ അവയോട് ഇടപെടുകയോ ചെയ്താൽ അതിലെപ്പോഴും 2 റെഫറൻസസ് അല്ലെങ്കിൽ പരാമർശനങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കതിനെ ഡബിൾ തിങ്കിങ് എന്ന് വേണമെങ്കിൽ പറയാം, ഓർ തിങ്കിങ് വിത്ത് എ ഡബിൾ റെഫറൻസ്. 2 റെഫറൻസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാറ്റിനെ പറ്റിയും ചിന്തിക്കുക. ഇത് മനുഷ്യർക്ക് സാധാരണ സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. കാരണം നാം അതിനോട് പരിശീലിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുകൊണ്ട് മാത്രം. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ, യേശു എന്തിനെ മനസ്സിലാക്കുന്ന രീതിയിൽ, യേശുവിൻ്റെ പ്രതികരണ ശൈലിയിൽ നിരന്തരമായി എല്ലാറ്റിനെയും നിയന്ത്രിച്ച് സ്ഥിതി ചെയ്തിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മർമ്മം ദൈവമാണ്, ദൈവബോധമാണ്. So God was a stable point of reference to him in every situation. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവൻ്റെ അമ്മ അവനോട് വന്ന് അവർക്ക് വീഞ്ഞ് തീർന്നുപോയി എന്ന് പറയുമ്പോൾ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ യേശു താൻ സ്നേഹിക്കുന്ന മാതാവിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഞാനിവിടെ വന്നത് എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുവാൻ അല്ലയോ? അപ്പോൾ ആ സാഹചര്യത്തിൽ വേറെ ആരും അങ്ങനെ ചിന്തിക്കാറില്ല. കന്യമറിയാൻ പോലും അപ്രകാരം ചിന്തിച്ചില്ല. എൻ്റെ മകന് ഈ സാഹചര്യത്തിൽ ആശ്വാസം പകരുവാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യം ആ മാതാവിന് ഉണ്ടായിരുന്നത് കൊണ്ട് അത് അനുസരിച്ച് അവൾ ഇടപെട്ടു. തൻ്റെ മാതാവിനെ തിരുത്തിക്കൊണ്ട് യേശു പറയുന്നത് നാം എപ്പോഴും പാലിക്കേണ്ട അച്ചടക്കം, നാം എന്തിനോട് പ്രതികരിച്ചാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിനെ മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ നാം നിശ്ചയമായും പാലിക്കേണ്ട അച്ചടക്കം, അതിൻ്റെ കേന്ദ്രബിന്ദു, അതിൻ്റെ വെളിച്ചത്തിൻ്റെ ഉറവിടം ദൈവം മാത്രമായിരിക്കണം എന്നതാണ്. ഈ ഒരു അച്ചടക്കത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഭയും ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യെരൂശലേം ദേവാലയത്തിലും ഈ പ്രമാദമായ ആത്മീയമായ വീഴ്ച അല്ലെങ്കിൽ പതറിച്ച ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഈ സംഭവം സുവിശേഷത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അല്പം വിചിത്രമെന്ന് തോന്നാവുന്നൊരു ചോദ്യം ചോദിക്കാം. ഞാനത് ചുവന്ന മഷിയിലാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് ആസ്ക് എ സ്ട്രേഞ്ച് ക്വസ്റ്റ്യൻ. നാം ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ യേശുവിനെ നാം അറിയാനോ മാനിക്കാനോ അനുസരിക്കാനോ ആണോ പോകുന്നത്? യഥാർത്ഥത്തിൽ ദൈവബോധം നമ്മുടെ ആരാധനയിലുണ്ടോ? ഇത് വിചിത്രമായ ചോദ്യം ആയിട്ട് എല്ലാവരും അനുഭവിക്കുമെന്ന് പറയാൻ, അല്ലെങ്കിൽ എല്ലാവർക്കും തോന്നുമെന്ന് പറയാൻ കാര്യം, താത്വികമായി പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ ദൈവത്തെ ഓർക്കുന്നില്ലയോ എന്ന് ന്യായമായി നിങ്ങൾ ചോദിക്കുന്നത് യുക്തിയാണ്. പക്ഷെ സത്യം എന്താണ്? അനുഭവത്തിൻ്റെ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, നാം ആരാധിക്കുമ്പോൾ നാം ദൈവത്തെ ഓർത്തുകൊണ്ടല്ല, ആരാധനാക്രമത്തെ അനുസരിച്ച് മുൻപോട്ട് പോവുകയാണ്. നാം ആരാധനാക്രമത്തിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് ആരാധന നടത്തുന്നത്. ഓരോ സഭയും ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ആരാധനാക്രമത്തിനാണ്. ആരാധനാക്രമമാണ് പുരോഹിതവർഗത്തിൻ്റെ ദൈവം. അതുകൊണ്ട് അതനുസരിച്ച് അതിൽ നിന്നൊരു വള്ളിയും പുള്ളിയും മാറാതെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ ആരാധനാക്രമം ആരംഭിച്ച് അവസാനിക്കുന്നതാണ് ആരാധന എന്നതിനപ്പുറത്ത് യാതൊരു ബോധവും നമുക്കില്ല. അത് വലിയ അപകടം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ ഉള്ള ഒരു സന്ദർഭം കൂടെയാണ്. അപ്പം നാം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത്, ഞാനിവിടെ എഴുതിയിരിക്കുന്നത് പോലെ, ഓൺലി ടു ഡൂ ദ ലിറ്റർജി, ആരാധനാക്രമം ഒന്ന് ചെയ്യുക, ഒന്ന് ആവർത്തിക്കുക എന്നതിനപ്പുറത്ത് യാതൊരു അനുഭവവും നമുക്കില്ല എന്നതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇതിനെപ്പറ്റി യാതൊരു ബോധവൽക്കരണവും നമ്മുടെ മധ്യത്തിലില്ല. അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്. നമ്മുടെ ആരാധനയിൽ വളരെ വളരെ അപകടമേറിയ ഒരു
അധപ്പതനം, ഒരു പാളിച്ച സ്ഥിതി ചെയ്യുന്നുണ്ട്. നാം ആരാധിക്കുമ്പോൾ നമ്മുടെ പൂർണ്ണ ശ്രദ്ധ ആരാധനാക്രമത്തിലാണ്. ദൈവത്തിലോ ദൈവഹിതം തിരിച്ചറിയാനുള്ള കടമയിലോ അല്ല. ആ പ്രകാരമുള്ള അറിവ് പ്രാപിക്കാനല്ല നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ആരാധന അപൂർണവും ഒരുപക്ഷെ അപക്വവുമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഇടയാകട്ടെ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആരാധനയും നാം ജീവിക്കുന്ന ലോകത്തിലെ നമ്മുടെ തന്നെ അനുഭവങ്ങളുടെ സത്യസന്ധതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നാം യേശുവിൻ്റെ നാമം തത്ത പോലെ ഉരുവിടുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ആരാധനയിൽ യഥാർത്ഥത്തിൽ അവനെ പറ്റിയുള്ള ഓർമ്മ, അവൻ എന്തിനു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി തന്നെ യാഗമായി അർപ്പിച്ചു എന്നതിനെപ്പറ്റി യാതൊരു ചിന്തയും കരുതലും ഇല്ലാതെയാണ് നമ്മുടെ ആരാധനാ ജീവിതം ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് മാത്രം നാം പരിശീലിച്ചത് കൊണ്ട് ഇതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ, അല്ലെങ്കിൽ ഉള്ള അപാകത എത്ര ഭീകരമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്ത അവസ്ഥയിലാണ് എന്ന് പ്രത്യേകമായി അടിവരയിട്ട് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ന് വേണ്ടത് കർത്താവായ യേശുക്രിസ്തു പാലിച്ച അച്ചടക്കം, അതായത് 2 പരിഗണന ഒരേ സമയത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാറ്റിനെയും ചിന്തിക്കുക. അതായത് നമ്മുടെ മുൻപിലുള്ള സാഹചര്യം, അതേ സമയം തന്നെ ദൈവഹിതം. ഇത് രണ്ടും കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ മാത്രമേ ആത്മീയമായി ചിന്തിക്കുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്നതാണ് ഈ സംഭവത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ട സുപ്രധാനമായ സത്യം. അപ്പോൾ ദൈവത്തിൻ്റെ പേര് ആവർത്തിച്ചത് കൊണ്ടായില്ല, ദൈവത്തെ അറിയുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് ആരാധന. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. നാം ദൈവത്തിൽ വസിക്കേണ്ടത് ഞായറാഴ്ച മാത്രമാണ് എന്ന് ഏതടിസ്ഥാനത്തിൽ പറയാൻ കഴിയും? നാം യേശുവിനെ അറിയുകയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത്, യേശുവിനെ ആരാധിക്കേണ്ടത് ഞായറാഴ്ച മാത്രമാണ് എന്ന് ഏതടിസ്ഥാനത്തിലാണ് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നത്? അങ്ങനെ യാതൊരു സാധ്യതയുമില്ല. ഇത് വലിയ തെറ്റിദ്ധാരണയാണ്, ഇതൊരു അന്ധവിശ്വാസമാണ്. ഇത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നാം അവയ്ക്ക് നേരെ കണ്ണടച്ച് മുൻപോട്ട് പോകുന്നത് കൊണ്ട് തിരിച്ചറിവില്ലാതെ ഇരിക്കുന്നു അത്രമാണ്. അപ്പോൾ ഇത് യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന അല്പസമയം, അതായത് ആഴ്ചയിൽ ഒരു ദിവസം, ആ ദിവസത്തിൻ്റെ 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമല്ല, ജീവിതത്തിൻ്റെ ആകത്തുകയിൽ യേശുവുമായി നിരന്തരമായ ബന്ധം പുലർത്തുവാൻ നമുക്ക് കടമയും ആവശ്യവുമുണ്ട് എന്നതാണ് യേശു വെളിപ്പെടുത്തിയ ദർശനത്തിൻ്റെ കേന്ദ്രബിന്ദു എന്നതും ഈ തരുണത്തിൽ സ്മര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 23-24 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ യേശു പറയുന്നു, നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ വഴിമധ്യേ വെച്ച് നിങ്ങളുടെ സഹോദരന് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഉണ്ട്, വിമിഷ്ടമുണ്ട് എങ്കിൽ നിങ്ങളുടെ വഴിപാട് അവിടെ വെച്ച് മടങ്ങിപ്പോയി നിന്റെ സഹോദരനോട് നിരന്നിട്ട് വന്നിട്ട് നീ ആരാധിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, അത്ര നിർബന്ധമായി പറയുന്ന ആ കാര്യത്തിൽ ആരാധന എന്തായിരിക്കണം എന്നൊരു ധാരണ വളരെ കൃത്യമായി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത്. അപ്പോൾ ആരാധനാക്രമം നിശ്ചയിച്ചിട്ടുള്ളത് പോലെ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ അല്ലെങ്കിൽ അതേപടി ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് ആരാധന ആകെയില്ല എന്നത് യേശു യാതൊരു സന്ദേഹത്തിനും ഇടയില്ലാത്ത വിധത്തിൽ വെളിപ്പെടുത്തുകയും പല വിധത്തിൽ ഊന്നിപ്പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും നമ്മെ ബാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് യേശു പറയുന്നത്, ആരാധനയ്ക്കായി ഒരു ദിവസം മാറ്റിവെച്ചു യഹൂദന്റെ പ്രമാണം അനുസരിച്ച്. പക്ഷേ ദൈവം എന്നത് ഒരു ദിവസത്തിൻ്റെ മാത്രം ഉടമയല്ല, സർവ സമയത്തിൻ്റെയും മനുഷ്യ ജീവിതത്തിൻ്റെ ആകത്തുകയുടെയും ഉടമയാകയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക കൊണ്ട് വേണം
ദൈവത്തെ ആരാധിക്കേണ്ടത് അതുമാത്രമാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു എന്ന അവസ്ഥയിൽ നമ്മെ എത്തിക്കുവാൻ സഹായിക്കുന്നത് എന്നതാണ് യേശു പറയുന്നത്. ഇത് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു നിർദ്ദേശം പരിഗണിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ യജമാനന്മാരാണ്, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അടിമകളെ, അക്കാലത്ത് അടിമകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ അടിമകളോട് ഇടപെടുമ്പോൾ നിങ്ങൾ അവരെ അടിമകളായി മാത്രം കാണരുത്. നിങ്ങൾക്ക് മുകളിലൊരു യജമാനനുണ്ട്. അടിമകളുടെ യജമാനന്മാരെ നിങ്ങൾ അടിമകളെപ്പറ്റി ചിന്തിക്കുകയും അവരോട് ഇടപെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിലും ഒരു യജമാനനുണ്ട് എന്ന് മറന്നു പോകരുത്. അത് യേശുവിൻ്റെ ചിന്ത അടിസ്ഥാനമിട്ടിരിക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, 2 പരാമർശങ്ങൾ, ഡബിൾ റെഫറൻസ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. ഇത് വളരെ പ്രാധാന്യമർഹിക്കും. നാം എപ്പോഴും പരാജയപ്പെടുന്ന വശം ഇതാണ്. നാം ഒന്നിനെപ്പറ്റി മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിക്കുമ്പോൾ നാം വളരെ കൃത്യമായി ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ മറന്നു പോവുകയോ അവയെ അവഗണിക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന ഏവരും ഒരു അധികാരം പ്രയോഗിക്കുമ്പോൾ അവർക്ക് ഉപരിയായി മറ്റൊരു അധികാരിയുണ്ട് എന്നും തങ്ങൾ എപ്രകാരം തങ്ങളുടെ അധികാരത്തെ പ്രയോഗിക്കുന്നു എന്നതിനെപ്പറ്റി കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള ചിന്ത നമ്മെ അടക്കി ഭരിക്കട്ടെ. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസമോ ആ ദിവസത്തിൻ്റെ ഒരു 1-2 മണിക്കൂറോ മാത്രമല്ല, ആഴ്ചവട്ടം മുഴുവനും നാം ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട ആത്മീകമായ അച്ചടക്കമാണ് എന്നത് വളരെ വളരെ സ്പഷ്ടമാണ്. എന്നാൽ മനുഷ്യ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ പരിമിതി എന്നാൽ, നാം പ്രാവർത്തികമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തെ പൂർണ്ണമായും മറന്നു പോകുന്നു എന്നത് പച്ച പരമാർത്ഥമാണ്. അത് സക്രമത്തിൽ പോലും നാം ദൈവത്തെ മറന്നു പോകുന്നു. യേശു അന്ത്യ ശിഷ്യന്മാരുമായി ആഘോഷിച്ചത്, ഇത് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഓർക്കണം എന്ന് പറയാനാണ്. അപ്പോൾ ഇത് സക്രമം എന്ന് പറയുന്നത് ഓർമ്മ പുതുക്കലിൻ്റെ ഒരു സക്രമന്താണ്. പക്ഷേ നാം അനുഷ്ഠിക്കുന്ന സക്രമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഓർക്കുന്ന പരിപാടിയില്ല എന്നത് സത്യമാണ്. ഇത് നല്ല ഉദാഹരണമാണ്. സീറോ മലബാർ സഭയിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണോ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കണോ എന്നതാണ് എല്ലാറ്റിനും ഉപരിയായ മർമ്മം. ആ വലിയ യുദ്ധം അവർ നടത്തുമ്പോൾ ഒരു നിമിഷമെങ്കിലും ക്രിസ്തുവിനെ ഓർത്തിരുന്നുവെങ്കിൽ ഈ ശാപം, ഈ നാണക്കേട് അവരൊഴിവാക്കുമായിരുന്നു എന്ന് മാത്രമേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. യേശുവിനെ പറ്റിയുള്ള ഓർമ്മ പുതുക്കേണ്ടതിന് വേണ്ടി ലാക്കിട്ട് നിയമിച്ചിരിക്കുന്ന ഈ സക്രമന്റ് നാം ആവർത്തിക്കുമ്പോൾ അതിലും നാം യേശുവിനെ മറന്നു പോകുന്നു എന്ന് പറയുമ്പോൾ നാം ഇപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന മർമ്മം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ആരാധനാലയത്തിൽ ദൈവത്തെ മറന്നു പോകുന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തെ മറന്നിട്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത് എന്ന വിരോധാഭാസം നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അത് കുറച്ചുകൂടെ സ്പഷ്ടമായി പറഞ്ഞാൽ, ആരാധനാലയങ്ങൾക്ക് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ആരാധന, മറ്റേത് ഭരണം. നമ്മളിപ്പോൾ മെത്രാന്മാരെയൊക്കെ വലിയ ഭരണാധികാരികളായിട്ടാണ് അറിയുന്നത്. മെത്രാൻ ഡയസിസ് മുഴുവനും അടക്കി ഭരിക്കുമ്പോൾ മെത്രാൻ്റെ സഹായിയായ കത്തനാരോ അവന് ചുമതല നൽകിയിട്ടുള്ള ആ പള്ളി അടക്കി ഭരിക്കുന്നു, അവൻ്റെ കാൽ കീഴെ ആയിരിക്കുന്നു. അതാണ് അഡ്മിനിസ്ട്രേഷൻ, ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ ആരാധനയിൽ ദൈവത്തെ ഓർത്തിരിക്കുന്നു എന്ന ഒരു പ്രഹസനം, അതും അതിൽ അർത്ഥമില്ല എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു കഴിഞ്ഞു. നാം ഓർക്കുന്നത് ലിറ്റർജിയാണ്, ദൈവത്തെ അല്ല. എന്നാൽ ഭരണത്തിൽ വരുമ്പോൾ ദൈവത്തെ ഓർക്കുന്ന യാതൊരു പ്രശ്നവുമില്ല. ദൈവത്തെ ഓർത്താൽ ആകെപ്പാടെ തരികിടതിത്തയായി പോകും എന്ന
അടിയുറച്ച വിശ്വാസത്തിലാണ് എല്ലാ സഭകളും ഈ കാലത്ത് പ്രവർത്തിക്കുന്നത് എന്നത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇനി യെരൂശലേം ദേവാലയത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ 2 ഘടകങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ദേവാലയം, അതിൻ്റെ അതിവിശ്വസ്ത സ്ഥലം, അവിടെ ആളുകൾ, അതിൻ്റെ ഇപ്പുറത്തെ ആളുകൾ ഇരുന്ന് ആരാധിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ പുരോഹിതവർഗത്തിൻ്റെ കടൽക്കൂടെ നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിനോട് തോളുരുമ്പി നിൽക്കുന്ന ഈ ചന്ത. അപ്പൊ ഈ ചന്തയിൽ ദൈവത്തെ ഓർക്കുന്നത് പന്തികേടല്ലയോ? ചന്തയിൽ ദൈവത്തെ ഓർത്താൽ പിന്നെ അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് നിർത്തി വേറെ പണി നോക്കുന്നത് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നത് മാത്രമാണ് ചിന്തിക്കാൻ സാധ്യത. അതുകൊണ്ട് ഈ ചന്തയിൽ ദൈവത്തെ ഓർക്കുന്ന പരിപാടിയില്ല. അങ്ങനെ ചന്തയിൽ ദൈവത്തെ മറന്നാൽ മാത്രമേ കാര്യം സാധിക്കുകയുള്ളൂ എന്ന ചിന്ത ചന്തയിൽ കൂടെ മനുഷ്യന്റെ സ്വഭാവത്തിൽ വേരൂന്നി തഴച്ചു വളർന്നിട്ട് അതിൻ്റെ ശിഖരങ്ങൾ ദേവാലയത്തിലേക്ക് വികസിച്ച് ദേവാലയത്തിനകത്തും ദൈവത്തെ മറന്നു പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ദൈവത്തെ മറക്കാന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ മറക്കുക. അതായത് എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, അവൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, ഹൃദയത്തിൻ്റെയും അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ഇതൊക്കെ മറന്നിട്ടാണ് നാം ആരാധിക്കുന്നത്. നാം നല്ല പിള്ള ചമഞ്ഞ് ദൈവത്തെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായി ഞായറാഴ്ച നടത്തുന്ന നാടകങ്ങൾ എത്രയോ കൗതുകകരമാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും. അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യത്തെ പറ്റി ഓരോ ദേവാലയത്തിനും 2 ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ചന്തയാണ്. ചന്തയില്ലാതെ ഒരു ദേവാലയവുമില്ല. ചന്ത എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുന്ന പരിപാടി എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വിശ്വാസ സമൂഹത്തിന് കടമയുണ്ട് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസി അവൻ്റെ സഭയോടുള്ള ബന്ധം എപ്രകാരമാണ് മനസ്സിലാക്കുകയും നിലനിർത്തുകയും ചെയ്യണം. ഞായറാഴ്ചയുള്ള ആരാധനാക്രമം തത്ത പോലെ ചൊല്ലിയത് കൊണ്ട് അത് ആരാധനയാകുമോ ഇല്ലയോ? ആ ചോദ്യം ഈ സംഭവത്തിൽ വളരെ വ്യക്തമായി വലുതായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ യേശു ഈ സംഭവത്തിൽ കൂടെ വളരെ കൃത്യമായി നമ്മെ അറിയിക്കുന്നത് സഭാസംബന്ധമായി ആരാധന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യത്തിലും എപ്പോഴും ഈ 2 ഫോക്കൽ പോയിന്റ്, രണ്ട് റെഫറൻസ്, 2 പരാമർശങ്ങൾ നാം കൈകാര്യം ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള ദൈവഹിതം എന്താണ്, ദൈവത്തെ മാനിക്കത്തക്ക വിധത്തിൽ ഈ സാഹചര്യത്തെ നാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന പരിഗണന ഒഴിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് നമുക്ക് ആരാധിക്കാൻ സാധ്യമല്ല. ആഴ്ച മുഴുവനും ദൈവത്തെ മറന്നുകളയും ലോകത്തിൻ്റെ മർമ്മമനുസരിച്ച് മാത്രം നഷ്ടവും ലാഭവും കണക്ക് കൂട്ടുന്ന വിധത്തിൽ മാത്രം ജീവിക്കുകയും ഞായറാഴ്ച വരുമ്പോൾ മുണ്ടൊക്കെ അലക്കി തലമുടിയൊക്കെ ചെയ്യുകയും ഒന്ന് കുളിച്ച് പള്ളിയിൽ പോയി കത്തനാർ പറയുന്ന കാര്യം അവൻ്റെ പുറകെ ചൊല്ലി കുരിശു വരച്ച് ബാരയ്ക്ക് മോറോൻ ആവർത്തിച്ച് ഇങ്ങനെ പോയാൽ അതാണ് ആരാധന എന്ന് മാത്രമേ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇത് വാസ്തവത്തിൽ അപഹാസ്യമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണിത് എന്ന് ദയവായി തിരിച്ചറിയണമേ. ഇനി അങ്ങനെ സഭ ഒരു കച്ചവടം അല്ലെങ്കിൽ ചന്തയായാൽ എന്ത് സംഭവിക്കും? ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വിശദീകരിക്കാതെ മുൻപോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള സഭ ദൈവികമായ മൂല്യങ്ങൾക്കും ആദർശങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കുകയില്ല. അങ്ങനെയുള്ള സഭയുടെ യഥാർത്ഥ ദൈവം അത്യാർത്ഥ്യം മാത്രമാണ്. ഗ്രീഡ് ബിക്കംസ് ഗോഡ്. ചന്ത, ആരാധനാലയം ചന്തയായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ ദൈവം അത്യാർത്ഥി മാത്രമായിരിക്കും. രണ്ടാമത്, അങ്ങനെയുള്ള ഒരു അധപ്പതനത്തിൻ്റെ ഫലമായി ആരാധനാലയത്തിലോ അല്ലെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള പരിപാടിയിലോ അത് നിയന്ത്രിക്കുന്ന ആളുകൾക്കോ മനുഷ്യരുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി യാതൊരു കരുതലും ഉണ്ടാകുകയില്ല. ആ വിഷയം വളരെ വിശദമായി കൈകാര്യം ചെയ്യുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. അവിടെ ശമര്യക്കാരി സ്ത്രീയുടെയുമായുള്ള സംഭാഷണത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നത്
അവർക്കും വലിയ വലിയ ദേവാലയം ഉണ്ടായിരുന്നു. മൗണ്ട് ഗെരിസിമിൽ ശമര്യക്കാരുടെ ദേവാലയം ഉണ്ടായിരുന്നു. അവിടെ തകൃതിയായ ആരാധന നടത്തുന്നു. പക്ഷേ ആരാധന ഒരു വഴിക്ക്, മനുഷ്യന്റെ അവസ്ഥ വേറൊരു വഴിക്ക്. ആരാധനയ്ക്ക് മൂർച്ച കൂടുന്തോറും മനുഷ്യന്റെ അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അത് ഈ സംഭവത്തോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ സഭ ചന്തയായി കഴിഞ്ഞാൽ സഭ അതിനുവേണ്ടി മാത്രം ജീവിക്കും. ചർച്ച് കംസ് ടു എക്സിസ്റ്റ് ഓൺലി ഫോർ ഇറ്റ് സെൽഫ്. അപ്രകാരം സഭ ഒരു വിരോധാഭാസമായി തീരുന്നു. അത് ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മനസ്സിലാകും. യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ നിശ്ചയിച്ചാൽ അവൻ സ്വയം ത്യജിച്ച്. അപ്പം സ്വയത്യാഗം എന്നുള്ളത് വ്യക്തികൾക്ക് മാത്രം ആവശ്യമുള്ള മതിയോ അല്ല സഭകൾക്കും ഇത് ബാധകമാണോ? സഭകൾ സ്വയം ത്യജിക്കേണ്ട ആവശ്യമില്ലയോ? ആ ഒരു നിബന്ധന, ആ ഒരു അച്ചടക്കം സ്വീകരിക്കുന്ന ഒരു സഭയും, പ്രാവർത്തികമായി ഉൾക്കൊള്ളുന്ന ഒരു സഭയും ഈ ഭൂമിയുടെ പരപ്പിലില്ല എന്ന് മനസ്സിലാക്കുക. എല്ലാ സഭകളും നിലനിൽക്കുന്നത് യേശുവിൻ്റെ പഠിപ്പീരുകളെ 100% അങ്ങ് മാറ്റി വെച്ചിട്ടാണ്. ആരാധനാക്രമത്തിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയായി ബാക്കിയുള്ള കാര്യങ്ങൾ ഇടപെടാൻ കർത്താവായ യേശുക്രിസ്തുവിന് യാതൊരു അവകാശവുമില്ല. ലൗദോക്യ സഭയിൽ പറ്റിയതുപോലെ ഗേറ്റിന് വെളിയിൽ വേണം നിന്നോണം, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം എന്നൊരവസ്ഥയിലാണ് നമ്മുടെ സഭകൾ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ അല്പം കണ്ണ് തുറന്നാൽ, ദയവായി കണ്ണു തുറന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. മൂന്നാമതായി, അങ്ങനെയുള്ള സഭ, അതായത് ആരാധനാലയം ഒരു ചന്തയായി മാറിക്കഴിയുമ്പോൾ അങ്ങനെയുള്ള സഭ വളരെ വളരെ അസഹിഷ്ണുത, മാരകമായ അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ അല്പം പോലും മടിക്കുകയില്ല. നമുക്കറിയാം, യേശുവിനെ അവസാനമായി കൊല്ലുവാനായി യഹൂദ പുരോഹിതവർഗം തീരുമാനിച്ചത് യേശു യെരൂശലേം ദേവാലയം ശുദ്ധീകരിച്ചതോടെ അവരുടെ ഭീമമായ വരുമാനത്തിന് കോട്ടം വരുത്തിയത് കൊണ്ടാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് സഭകൾ അല്പം പോലും വ്യതിചലിച്ചിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സഭയുടെ വരുമാനത്തിന് കോട്ടം വരുന്ന ഒരാശയം അവതരിപ്പിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭവനം കള്ളന്മാരുടെ ഗുഹയായി തീരുന്ന മർമ്മം എന്താണ് എന്നതാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവസാനമായി, ഇപ്രകാരമുള്ള അധപ്പതനത്തിൽ കൂടെ ആരാധനാക്രമവും ജീവിത യാഥാർത്ഥ്യങ്ങളും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലാതെ രണ്ടും രണ്ട് വഴിക്ക് പോകും. ഇവിടെ നാം കാണുന്നത് യെരൂശലേം ദേവാലയത്തിൽ നടക്കേണ്ട ആരാധനാ മുറകൾ, ക്രമങ്ങൾ യാതൊരു തെറ്റുമില്ലാതെ എല്ലാം അതേപടി അച്ചട്ടായി നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഏറ്റവും അശുദ്ധമായ കാര്യങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ശുദ്ധി, ഇപ്പുറത്ത് അശുദ്ധി. ഇതാണ്. പക്ഷെ ഇത് തിരിച്ചറിയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല, ധൈര്യവുമില്ല. ഈ ഒരവസ്ഥയിൽ നാം കഴിഞ്ഞു കൂടുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ആഴ്ച ആചരിക്കും, ഹോളി വീക്ക് ആചരിക്കും. അതേ ആഴ്ച തന്നെ സഭയുടെ കണക്കുകൂട്ടലിൽ ലാഭം വരുന്ന ഏത് അശുദ്ധമായ കാര്യവും അള്ളിപ്പിടിക്കും. അതിന് മാറ്റം വരണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കഥ കഴിക്കും. അതുകൊണ്ടാണ് യേശു പുരോഹിതവർഗത്തെ പരാമർശിച്ച് പറഞ്ഞത്, നിങ്ങളവർ പറയുന്ന പോലൊക്കെ ചെയ്തു, പക്ഷെ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദയവായി ചെയ്യരുത്. അപ്പോൾ ഇത്രമാത്രം ഒരു വിരോധാഭാസം യേശു അവരിൽ ദർശിച്ചു എന്നത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഉന്നയിച്ചു. അതെന്താണ്? അല്ലെങ്കിൽ ഒരു വലിയ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി. അതെന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലുള്ള എല്ലാ ആരാധനാലയങ്ങളും ഒരന്ധവിശ്വാസത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. യേശുവാണ് സഭയുടെ അടിസ്ഥാനം എന്നൊക്കെ പറയും. പക്ഷേ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, സഭകളുടെ അടിസ്ഥാനം അന്ധവിശ്വാസമാണ്, സൂപ്പർസ്റ്റിഷനാണ്. ആ സൂപ്പർസ്റ്റിഷൻ എന്താണെന്ന് വളരെ കൃത്യമായി നമുക്ക് അറിയാം. ദൈവം ഇവിടെ മാത്രമാണ്, ഞങ്ങൾ കാർമ്മികത്വം വഹിക്കുന്ന ഇടത്ത് മാത്രം ദൈവത്തെ കാണോ ഇവിടെ വന്നോണം. അതിനേക്കാൾ വലിയ അന്ധവിശ്വാസം, അതിനേക്കാൾ പരിഹാസ്യമായ സൂപ്പർസ്റ്റിഷൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുക. പക്ഷേ ഈ ഒരു അന്ധവിശ്വാസം ഇല്ലെങ്കിൽ ഒരു ആരാധനാലയവും
ലാഭം ഉണ്ടാക്കുന്ന ഒരു കച്ചവടമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നത് തിരിച്ചറിയണമെന്നതാണ് ദേവാലയ ശുദ്ധീകരണത്തിൽ കൂടെ യേശു എന്നേക്കുമായി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് യേശു നൽകിയ ആത്മീയ ദർശനത്തിന് ഘടകവിരുദ്ധമാണ്. യേശു പറഞ്ഞു, ദൈവം നിങ്ങളുടെ ഉള്ളിലാണ്. യേശു ഈ ലോകത്തിൽ അറിയിച്ച ഏറ്റവും വലിയ ആത്മീയ വിപ്ലവം എന്താണ്? അന്ന് വരെയും പുരോഹിതവർഗം പറഞ്ഞ ഈ അന്ധവിശ്വാസ അടിസ്ഥാനമായ ദൈവം ഞങ്ങൾ പറയുന്നിടത്താണ് മാത്രം ഇരിക്കുന്നു എന്ന് പഠിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞു, അങ്ങനെയല്ല, ശുദ്ധ അസംബന്ധമാണ്. ദൈവം വസിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നതെങ്കിൽ ആ ദൈവത്തെ കാണാൻ നിങ്ങൾക്ക് പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ പോകേണ്ട വല്ല കാര്യമുണ്ട്? ഈ ഒരൊറ്റ ആശയം നിങ്ങൾ ഉൾക്കൊണ്ടാൽ വിപ്ലവാത്മകമായ മാറ്റം വരും. പക്ഷേ ആശയം ഉൾക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന് ദൈവസന്നിധിയിൽ സത്യസന്ധമായി നിങ്ങൾ തന്നെ തീരുമാനിക്കും. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലാണ് എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആത്മീയ സത്യത്തെ അവഗണിച്ചിട്ട് മാത്രമേ ഇപ്പോൾ നമ്മുടെ ഇതിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയ കേന്ദ്രീകൃതമായി അല്ലെങ്കിൽ പുരോഹിതവർഗത്തിന് മേൽക്കോയ്മയിൽ നടത്തപ്പെടുന്ന ഈ ഒരു പ്രക്രിയ സാധൂകരിക്കപ്പെടുവാൻ, അത് തുറന്നു കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ എന്നത് ഈ സംഭവത്തിൽ കൂടെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും. ഇഫ് ഗോഡ് ഈസ് നോട്ട് വിത്തിൻ അസ്, ഹി ഹാസ് നത്തിങ് ടു ഡു വിത്ത് അസ്. ദൈവം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ ദൈവവും നാമുമായി യാതൊരു ബന്ധവുമില്ല. അതിനേത് പള്ളിയിൽ പോയാലും ഏത് നേർച്ച കാഴ്ചകൾ നടത്തിയാലും യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ ഉള്ളിലല്ല, ഞങ്ങൾ പണിത പള്ളിയിലും ഞങ്ങൾ നടത്തുന്ന ഈ ആരാധനാ ക്രമത്തിലുമാണ് എന്ന് പഠിപ്പിക്കുന്ന പുരോഹിത വർഗം ആരാധനയെ കാപട്യത്തിൻ്റെ നാടകമാക്കി മാറ്റും എന്നത് യാതൊരു മാറ്റവുമില്ലാത്ത ഒരു നിത്യസത്യമാണ്. അത് തിരിച്ചറിയുവാൻ കൂട്ടാക്കുന്നവർ ഭാഗ്യമുള്ളവർ. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ എ പ്ലേസ് ഓർ ഡ്യൂറിങ് എ സ്മോൾ പീരീഡ് ഓഫ് ടൈം ഓൺ സൺഡേ. ഒരു ചെറിയ സ്ഥലത്തോ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞായറാഴ്ചയുടെ 1-2 മണിക്കൂറിൽ മാത്രമല്ല ദൈവം ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ നാം ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുകയിലാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങൾ വസിക്കണം, നിങ്ങൾ എന്നിൽ വസിക്കണം. സഖായിയോട് യേശു എന്താണ് പറഞ്ഞത്? ഇന്ന് ഞാൻ നിൻ്റെ കൂടെ പാർക്കേണ്ടതാണ്, ഞാൻ നിൻ്റെ കൂടെ വസിക്കേണ്ടതാണ്. യേശു പറയുന്നു, കണ്ടാലും ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. അങ്ങനെയുള്ള യേശുവിനെ കാണാനായിട്ട് പുരോഹിതന്മാരുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നിടത്ത്, അവർ പറയുന്ന സമയത്ത് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അതൊരു വലിയ അപമാനമായി തോന്നേണ്ടതാണ്. പക്ഷേ ചെറുപ്പം മുതലേ നമ്മൾ സഹിച്ച മസ്തിഷ്ക പ്രക്ഷാളനത്തിൻ്റെ ഫലമായി ഇതിനപ്പുറത്തൊരു സത്യവുമില്ല എന്ന ഒരു ധാരണയിൽ നാം കടന്നു പോകുന്നു. ഇത് കാണുമ്പോൾ കരയണമോ ചിരിക്കണമോ എന്ന ഒരു ആശയക്കുഴപ്പത്തിലാണ് ഈ ഉള്ളത്. സത്യം വളരെ ലളിതമാണ്. നമ്മുടെ ജീവൻ്റെ ഉറവിടം ദൈവമാണ്, സംശയമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ നമ്മുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ആകത്തുക കൊണ്ട് അറിയുകയും അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്യാതെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ സാധ്യമല്ല. ഏത് ദേവാലയത്തിൽ പോയാലും എന്തെല്ലാം ലിറ്ററേച്ചർ നടത്തിയാലും ഏതെല്ലാം ഭാഷയിൽ ഇത് നടത്തിയാലും ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് മുഖ്യ കൽപ്പനകൾ എന്ന് പറയുന്ന 2 കൽപ്പനകളിൽ ആദ്യത്തേത്, ദൈവമായ യഹോവേ, നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക കൊണ്ട് ദൈവത്തെ അറിയാതെ നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധ്യമല്ല. അത് ഇല്ലാതെ അത് താഴെയുള്ള എല്ലാ ക്രമീകരണങ്ങളും നാടകങ്ങളും ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ള ക്രമീകരണം ഏറെ താമസിയാതെ ഒരു ചന്തയായി മാറുകയും അത് കള്ളന്മാരുടെ ഗുഹയായി തീരുകയും ചെയ്യും എന്ന ഒരിക്കലും മാറ്റമില്ലാത്ത നമ്മെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ സംഭവമെന്ന് പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ
ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിക്കുവാനായി നാം മാറ്റിവെച്ചിരിക്കുന്ന ദിവസത്തിൽ വളരെ കൃത്യമായി ഈ വചനസത്യങ്ങൾ, ആത്മീക യാഥാർത്ഥ്യങ്ങൾ, യേശു വെളിപ്പെടുത്തിയിട്ടുള്ള മർമ്മങ്ങൾ സധൈര്യം മനസ്സിലാക്കുവാനും അതിന് അനുസൃതമായി നിലപാടുകൾ രൂപീകരിക്കാനും നമുക്കേവർക്കും സർവശക്തനായ ദൈവം ശക്തിയും ആത്മധൈര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം.